നീ വന്നേ. ഒരമ്മ വന്നിട്ടുണ്ട്. അവര് പ്രസവ ശുശ്രൂഷയൊക്കെ നടത്തുന്ന ഒരു അമ്മയായിട്ടാ തോന്നിയത്. അവരെന്റെ കണ്ണൊക്കെ പിടിച്ചു നോക്കി, പൾസ് പരിശോധിക്കുകയൊക്കെ ചെയ്തു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഉണ്ണിയുടെ അമ്മയ്ക്കും എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് എന്റെ പേടി. തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് നമുക്ക് ചുറ്റിനുള്ളവർ അറിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം അവർ കാട്ടിക്കൂട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോഴാ എനിക്ക് ഭയം. സ്വന്തം മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലം മടി കാണിക്കാത്ത രണ്ടാനമ്മ പിന്നെ തനിക്കൊരു കുഞ്ഞ് എനിക്ക് സമ്മതിക്കോ? അതാ എന്റെയും പേടി. എല്ലാരും പറയുന്നതും അത് തന്നെയാ. താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് മനഃപൂർവ്വം പിണങ്ങിയിട്ട് താൻ അനന്തന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടതായിരുന്നു. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നമ്മൾ പിണങ്ങിപ്പിരിഞ്ഞ് നിൽക്കുകയാണെന്ന് അറിഞ്ഞാൽ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും. അത് ശരിയാ. ഇതിനോടകം തന്നെ ഒരുപാട് ഡ്രാമ നമ്മൾ കളിച്ചു കഴിഞ്ഞു. ഇനി അത് വേണ്ടിവരും. അത്രത്തോളം അസുര ജന്മങ്ങളാ നമ്മുടെ അരികിലുള്ളത്. ഉണ്ണിയുടെ അമ്മയുടെ ഉള്ളില് സംശയം ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ സംശയം തീരുന്നവരെ അവരെന്തും ചെയ്യും. അതുകൊണ്ട് ഞാനിവിടെ ഇല്ലാത്തപ്പോ താനുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. അത് കുറെ കാലമായിട്ട് നമ്മൾ രണ്ടാളും കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ആണല്ലോ കണ്ണേട്ടാ. വേറൊന്നും കൊണ്ടല്ലടോ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയതല്ല. ഇപ്പോ അത് ദൈവമായിട്ടെല്ലാം നമുക്ക് തന്നു. ഇനിയത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാകരുത്. എനിക്കത്രയേ ഉള്ളൂ. രണ്ട് പ്രസവിച്ച ഏതൊരമ്മയും ഇത്തരം സന്ദർഭങ്ങളിൽ സംശയിക്കുന്നതൊന്നും തെറ്റാറില്ല. ഇപ്പൊ ഏട്ടത്തി പറഞ്ഞു വിട്ട ആ അമ്മയും അത് ശരിവെച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അമ്മ പറഞ്ഞ ശരിയാണെങ്കിൽ കണ്ണേട്ടനും കൂടെ അറിഞ്ഞോണ്ടായിരിക്കോ ഇതൊക്കെ? ഒന്നും അറിയില്ല. പക്ഷെ അവന്റെ സംസാരം കേട്ടിട്ട് അവൻ ഇതേപ്പറ്റി ഒരു ചുക്കും അറിയില്ലെന്നാ തോന്നുന്നു. എങ്ങനെയാണ് നമ്മളൊന്ന് പ്രൂവ് ചെയ്യുന്നത്? ഇയാൾക്ക് വയ്യാത്തോണ്ട് ഇയാളെ ഞാനിന്ന് ഫൈനാൻസിയേഴ്സിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ ഭാര്യ ഇതുപോലെ ഇവിടെ തന്നെ കാണണം. പിന്നെ ഞങ്ങളെന്താ ഇവളെ പിടിച്ച് വിഴുങ്ങോ? ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെയാണല്ലോ അമ്മയ്ക്കും മോനും ഇയാളോടുള്ള ദേഷ്യം. ഇത് കണ്ണേട്ടനെ പോലെ തന്നെ ഇപ്പോ ഇവർക്കും കൂടെ അവകാശപ്പെട്ട വീടാ. അവിടെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കൊടുത്തുവിടാം. അത് കഴിച്ചാൽ മതി താൻ. അയ്യോ, ഞാനുണ്ടാക്കി കഴിച്ചോളാം കണ്ണേട്ടാ. അത് വേണ്ട. ക്യാൻറ്റീനിൽ നല്ല ഫുഡാണല്ലോ. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അത് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ലേഖ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുതരും. ഓ, ഞങ്ങളൊക്കെ ഫുഡിനകത്ത് വിഷം കലർത്തുന്നവരാണല്ലോ. അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്.